അനുഗ്രഹിക്കപ്പെട്ട ഈ അർദ്ധരാത്രിയിൽ നമുക്ക് ഒന്നിച്ച് ഇവിടെ വരുവാൻ ഒരുക്കിയ അവസരത്തിന് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്നേക്ക് 42 വർഷത്തിന് മുൻപ് ആമേൻ പിതാവിനും മാതാവിനും ദാനമായി ഒരു തലമുറയെ ദൈവം കൊടുത്തു. കഴിഞ്ഞ 42 വർഷക്കാലവും ദൈവം അതിശയകരമായി അത്ഭുതകരമായി ദൈവം വഴി നടത്തി. അത് ഓർത്ത് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുവാൻ, നന്ദി കരേറ്റുവാനാണ് നാം സഭയായി ഒന്നിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത്. ആമേൻ. ദാസന് ആയുസ്സും ആരോഗ്യവും ബലവും ദൈവം കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി അധികമായി ഓടുവാൻ, പ്രയോജനപ്പെടുവാൻ, അനേകാത്മാക്കളെ നേടിയെടുക്കുവാൻ ശക്തമായി പരിശുദ്ധാത്മാവ് ഉപയോഗിക്കേണ്ടതിന് എല്ലാ ദൈവമക്കളും അവർക്കും ആയുസ്സും ആരോഗ്യം ദൈവം കൊടുക്കുവാൻ, കർത്താവിന് വേണ്ടി അധികമായി ശോഭിപ്പാൻ പിന്നെ ഇവിടെയാക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. എല്ലാ ദൈവമക്കളും പ്രാർത്ഥിച്ചാട്ട് 42 വർഷക്കാലവും അതിശയകരമായി അത്ഭുതകരമായി നടത്തിയല്ലോ. 43-ാമത്തെ വയസ്സിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ കൃപയും സാന്നിധ്യവും അധികമായി അനുഭവിപ്പാൻ ഇടയാക്കേണ്ടതിനായി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ വിശുഭാഷപ്പോൾ പ്രാർത്ഥിക്കാം. ഞങ്ങളെ വാത്സല്യമായി സ്നേഹിക്കുന്ന പ്രിയനാഥൻ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ അംഗീകരിക്കുന്നു. ഞങ്ങളുടെ പ്രിയ അഭിഷിക്തദാസൻ പാസ്റ്റർ ബിനു വാഴമുട്ടത്തിന്റെ ജന്മദിനത്തോടുള്ള ബന്ധത്തിൽ കർത്താവ് അദ്ദേഹത്തെ സ്നേഹിക്കുന്ന ഞങ്ങൾക്ക് ഒരുമിച്ച് രാത്രി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി ഞങ്ങൾ നന്ദി പറയും. തന്റെ വളർച്ചാ ഘട്ടങ്ങളിലെ ഓരോ അവസരങ്ങളിലും, തന്റെ വിദ്യാഭ്യാസ ഘട്ടങ്ങളില് കർത്താവെ തന്റെ ജന്മദിനത്തിന്റെ അന്ന് മുതൽ ഇന്ന് വരെയും കർത്താവിന്റെ തിരുകൃപ അവനോട് കൂടെ ഇരുന്നല്ലോ. പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും ഒന്നും തകർന്നു പോകാതെ കർത്താവെ അതിന്റെ നടുവിൽ നിന്ന് ഒരു ഫീനിക്സ് പക്ഷിയെ പോലെ പറന്നുയർന്നു വരാൻ കർത്താവ് മകനെ സഹായിച്ചല്ലോ. പ്രിയ സിസ്റ്റർക്കായി സ്തോത്രം, കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. അവരെ കർത്താവ് സഹായിക്കും, കൃപയിൽ പൊതിയും. കടന്നു വന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അനുഗ്രഹിക്കും. നാഥൻ പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രത്യേക കർത്താവിൻ്റെ ദാസൻ്റെ ബർത്ത്ഡേ അത് ആഘോഷിക്കാൻ കടന്നു വരാൻ കഴിഞ്ഞ വർഷം നമുക്ക് കഴിഞ്ഞില്ല. കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നെങ്കിലും ഞാൻ ഉറപ്പായിട്ടും വന്നേനെ. അതോടൊപ്പം തന്നെ ഇനിയും അനേക വർഷങ്ങൾ കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് പോയി ഇപ്പോൾ എത്ര പേർക്ക് പ്രയോജനമാകുന്നു അതിനേക്കാൾ ഇരട്ടി. ഞാൻ ഇങ്ങനെ ഉള്ള കാര്യങ്ങളിൽ ഈ സമയത്തൊന്നും അങ്ങനെ പോകാറില്ലാത്ത കൂടിപ്പോയാൽ നമ്മുടെ ഏറ്റവും വലിയ വിശ്വാസം എന്ന് പറയുന്നത് വാട്സാപ്പിൽ കൂടെ ഒരു വിശ്വാസം ഇടുക എന്നത് മാത്രമാണ്. എന്നാൽ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി ഇങ്ങനൊരു കാര്യം ക്രമീകരിക്കപ്പെട്ടതിൽ. വളരെ സന്തോഷമുണ്ട്. ഞാനിവിടെ നിന്നപ്പോൾ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ഈ ലോകത്തിലെ ഓരോ മനുഷ്യൻ്റെ ജനനത്തിലും ഒരു വലിയ ദൈവിക ഉദ്ദേശമുണ്ട്. ഇവിടെ നിൽക്കുന്ന എല്ലാവരുടെ കാര്യത്തിലും അത് തന്നെയാണ്. ബിനു പാസ്റ്ററുടെ മേലുള്ള ദൈവത്തിന്റെ പദ്ധതി ഇതായിരുന്നു. ഞങ്ങൾ എന്ന് പറയുന്നത് ഒരു ഓർമ്മപ്പെടുത്തലാണ്. 2 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തുന്നത്. ഒന്ന്, മരണത്തോട് നമ്മൾ 1 വർഷവും കൂടെ അടുത്തു എന്നുള്ളത്. മറ്റൊന്ന്, ഇത്രയും വർഷങ്ങൾ പ്രതിസന്ധികൾ നിറഞ്ഞ ഈ ലോകത്തിൽ നമ്മൾ അതിജീവിച്ചു എന്നത്. ഈ 2 കാര്യങ്ങളാണ് ബർത്ത്ഡേയില് നമുക്ക് ഓർക്കുവാനുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. ഞങ്ങളുടെ ദേവദാസന്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഒരു സമയം കൂടെ തന്നതിന് ദൈവത്തിന് നന്ദി പറയാൻ. ഞാൻ പാസ്റ്റിനെ ആദ്യമായിട്ട് കാണുന്നത് എൻ്റെ ചെറുപ്പകാലത്താണ്. ഒരു 18 വർഷത്തെ ബന്ധമുണ്ട് ഞങ്ങൾ തമ്മിൽ. ഈ 18 വർഷവും ദൈവം ഞങ്ങളെ അത്ഭുതകരമായി നടത്തി. പാസ്റ്റിന്റെ കുടുംബത്തിന്റെയും വിലയേറിയ സപ്പോർട്ട് ഞങ്ങൾക്കുണ്ടായിരുന്നു ഇത്രയും സമയത്ത്. ഈ കഴിഞ്ഞ 4 വർഷമായി വീണ്ടും ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് ഞങ്ങളുടെ
ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള സമയത്താണ് പാസ്റ്റിനെ ഞങ്ങൾ കണ്ടുമുട്ടിയത്. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദർഭത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിനുപാഷയുടെ ജന്മദിനത്തോട് ബന്ധത്തിൽ നമുക്കൊന്നിച്ചെവിടെ ആയിരിക്കാൻ ദൈവം ഒരുക്കിയ നല്ല അവസരത്തിനായി ദൈവത്തിന് നന്ദി കരേറ്റുകയാണ്. പ്രൈസലോ കഴിഞ്ഞ 8 വർഷക്കാലം ഞാനും സ്തോത്രം പങ്കെടുക്കുവാനായിട്ട് ദൈവം എനിക്ക് സഹായിച്ചു. അതോർത്ത് ഞാൻ നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രൈസലോ ഞാനിവിടെ നിന്നപ്പോൾ എൻ്റെ ചെറിയ പ്രായത്തിലെ അവസ്ഥയൊക്കെ ഞാൻ ഓർക്കുകയായിരുന്നു. സ്തോത്രം. ഞാൻ ജന്മദിനത്തിൻ്റെ അന്ന് തലേദിവസം മുതലേ ഭക്ഷണം ഉണ്ടാക്കും. വീട്ടിൽ വലിയ കരുതി പായസം ഉണ്ടാക്കി അയലോക്കാർക്കെല്ലാം കൊണ്ട് കൊടുക്കും. അതെൻ്റെ ഒരു പതിവായിരുന്നു. സ്തോത്രം. അങ്ങനെ ഉള്ള അനുഭവങ്ങളൊക്കെ ഞാൻ ഓർക്കണം. സ്തോത്രം. ദൈവം ഇത്രത്തോളം കഴിഞ്ഞ 42 വർഷക്കാലം പ്രിയ കർത്തൃദാസനെ ദൈവം സൂക്ഷിച്ചു. ആയുസ്സും ആരോഗ്യവും ബലവും അധികമായി ദൈവം പകരപ്പെടട്ടെ. ലക്ഷക്കണക്കിന് ജനത്തിന് അനുഗ്രഹമായി മാറും. സ്തോത്രം. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് കരങ്ങൾ ഉപയോഗിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും കർത്തൃദാസനോട് ഒന്നിച്ച് നിൽക്കുവാൻ ദൈവം എന്ന ഭാഗ്യത്തിനെ ഓർത്തും ദൈവത്തിന് നന്ദി കരേറ്റുന്നു. എല്ലാവിധ ആശംസകളും ഈ സമയത്ത് അറിയിക്കുന്നു. ആയുസ്സും ആരോഗ്യവും ദൈവം കൊടുത്ത് മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ ജന്മദിനത്തിൽ ഡിസംബർ മാസം 12-ാം തീയതി 11-ാം തീയതി രാത്രി നിങ്ങളാണ് എന്നെ വന്ന് വിളിച്ച് ഉണക്കുന്നത്. ഞാൻ ഒന്നുകിൽ അതിൽ യാത്ര കഴിഞ്ഞിട്ട് വന്നാൽ വീടൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇത്രയും മനോഹരമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി സ്നേഹവും പറയുന്നു. നിങ്ങളുടെ കുട്ടികളൊക്കെ ചെയ്യുന്ന നിങ്ങളുടെ സ്നേഹം കാണുമ്പോൾ ഞാൻ 1-2 കാര്യങ്ങൾ പറയുകയാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു, എനിക്കൊരു പ്രതിസന്ധി വന്ന സമയത്ത് ചർച്ചിലെ എല്ലാവരും എൻ്റെ വീട്ടിൽ പോയി, മുഴുവൻ ആളുകൾ ഒരാത്മബന്ധമാണ്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ മുഴുവൻ ആളുകളും നീ എന്നാ ചെയ്യണമെങ്കിലും ഞങ്ങൾ റെഡിയാണെന്നുള്ള മട്ടിൽ മുഴുവൻ ആളുകളും എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അവർക്ക് പേടിയാണ്, എനിക്ക് ധൈര്യമില്ലയോ. ദൈവത്തിന്റെ കൃപയാൽ കർത്താവ് എനിക്ക് അസാധാരണ ധൈര്യം ദൈവം നടത്തിയിട്ടുണ്ട്. അതിന്റെ പിൻപിൽ സഭയുടെ വലിയ പ്രാർത്ഥനയാണ്. ഒത്തിരി അമ്മമാര്, ഒത്തിരി അപ്പന്മാര്, ഒത്തിരി സ്നേഹിതര്, ഒത്തിരി മക്കള്, ഒത്തിരി സഹോദരിമാര്, ഒത്തിരി സഹോദരങ്ങള് ഒക്കെ ദൈവം തന്നു. നിങ്ങൾ കാണിച്ച എല്ലാ സ്നേഹത്തിനും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. നിങ്ങളാണ് പ്രാർത്ഥിച്ച് ഇവിടം വരെ ഞങ്ങളെ നിർത്തിയത്. നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളാണ്. നിങ്ങളുടെ സ്നേഹവും നിങ്ങളുടെ കരുതലും, നിങ്ങളുടെ ഈ പാതിരാത്രി അർദ്ധരാത്രി നിങ്ങൾ എന്ന് വെച്ചാൽ ഇത്രയും ഒരു കാര്യം നടത്താൻ, ഞാനൊരു കോർഡിനേറ്ററാണ്, എനിക്കറിയാം ഇങ്ങനൊരു കാര്യം നടത്താൻ എത്രയും അധ്വാനം വേണം. നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ടൊക്കെ അധ്വാനിച്ചാണ് ഇങ്ങനൊരു സംരംഭം ചെയ്തത്. ഇത് കാണുമ്പോൾ കേക്ക് കൊണ്ട് വെച്ചു, ഇതൊക്കെയുള്ള ആളുകൾക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ പുറം ഒരു അധ്വാനമുണ്ട്. അധ്വാനിച്ച് നിങ്ങൾക്കെല്ലാം കർത്താവ് പ്രതിഫലം തരും. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സാക്ഷ്യം പറഞ്ഞ പോലെ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും അനുഗ്രഹിച്ചു. എലോഹിമി വന്ന ആരും അനുഗ്രഹിക്കപ്പെടാതെ എല്ലാവർക്കും ഒരു അനുഗ്രഹമായിരുന്നു. നിങ്ങൾ തിരിച്ചു കാണിക്കുന്ന സ്നേഹത്തിന് നിങ്ങളുടെ ഭാഷയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു. ഞങ്ങളുടെ കുടുംബത്തിന്റെ, ഞങ്ങളുടെ കുടുംബമായിട്ടുള്ള എലോഹിം കുടുംബത്തിനുള്ള നന്ദി സ്നേഹം പറയുന്നു. ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്നവരുണ്ട്. നിങ്ങളെ ഓർക്കുകയാണ്. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കും. താങ്ക് യു സോ മച്ച്. നിങ്ങൾ എന്നോട് കാണിക്കുന്ന സ്നേഹത്തിന്, ഈ അറേഞ്ച്മെന്റ്, ഈ കാര്യങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞിട്ടൊക്കെ വന്നവരുണ്ട്. നിങ്ങളെയൊക്കെ ഓർക്കാണ്, വർക്ക് കഴിഞ്ഞിട്ട് വന്നവരുണ്ട്. നിങ്ങളെല്ലാം ഓർക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങൾക്ക് നന്ദി പറയുന്നു. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു സോ മച്ച്. Navido Bora,